നീ കിടന്നോ അപ്പു? ഇല്ല, എന്തെടുക്ക? കുറച്ച് ജോലി ഉണ്ടായിരുന്നു. എന്നെ കെട്ടാൻ പുറപ്പെട്ടു വരുന്ന ആ കാനഡ ഡോക്ടർക്ക് വിശദമായിട്ടൊരു മെയില് തയ്യാറാക്കി അയച്ചു. അതിന്റെ പണിപ്പുരയിലായിരുന്നു. നീ അയാളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞോ? യെസ്, അതാണല്ലോ വിശദമായി എന്ന് പറഞ്ഞത്. അപ്പു ആരാണെന്ന് അയാളിപ്പോ ശരിക്കും മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. എല്ലാം അറിയുമ്പോ അയാൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യാൻ പോകുന്നെന്ന് നീ ചിന്തിച്ചോ? അയാൾ എങ്ങനെ ചിന്തിച്ചാലും എനിക്കൊന്നുമില്ല. ചിലപ്പോ പ്രപ്പോസ് ചെയ്തത് അബദ്ധമായി പോയെന്ന് വിചാരിച്ചോളൂ. അതോടെ അയാളുടെയും തന്തപ്പടിയുടെയും ശല്യം ഒഴിവായി കിട്ടുമല്ലോ. പക്ഷെ അപ്പു, അതോടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്ന് പറയാനാവില്ലല്ലോ. വീപ്പ അങ്കിളെല്ലാം അറിയില്ലേ? അറിയട്ടെ, ഈ പ്രപ്പോസലുണ്ട് അങ്ങനെയെങ്കിലും ഒരു ഗുണം ഉണ്ടാവുമല്ലോ. പക്ഷേ നീ ഇത്ര തിടുക്കം കാണിക്കേണ്ടിയിരുന്നില്ല. നീ അയച്ച മെയില് അയാൾ ഉറപ്പായും അങ്കിളിന് ഫോർവേഡ് ചെയ്യാതിരിക്കില്ല. ചെയ്യട്ടെ, അതിനുവേണ്ടി തന്നെയാ ഞാൻ അത്രയും ഡീറ്റെയിൽ ചെയ്തത്. ഒന്നുമില്ലേലും അമ്മയ്ക്ക് ബിപിയോട് അത്ര ബുദ്ധിമുട്ടിയൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരില്ലല്ലോ. കാര്യങ്ങൾ അല്ലാതെ തന്നെ അച്ഛന് മനസ്സിലായിക്കോളും. പിന്നെ എന്തൊക്കെയാ നിന്റെ വിശേഷങ്ങൾ? ഇവിടെ എന്ത് വിശേഷം? പ്രത്യേകിച്ചൊന്നുമില്ല. അയാള് ഡോക്ടർ ജോബിൻ പിന്നെ വിളിച്ചിരുന്നോ? ഇടയ്ക്ക് വിളിക്കാറുണ്ട്. എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലേ? അങ്ങനെയൊന്നുമില്ല, ഇടയ്ക്ക് ഫ്രീ ടൈം കിട്ടുമ്പോ വിളിക്കും. എല്ലാ ദിവസവും ഫ്രീ ടൈം കുറച്ചെങ്കിലും കിട്ടാതിരിക്കില്ലല്ലോ. അയാളുടെ മമ്മി മോന് വേണ്ടി നിന്നെ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നെന്ന് കേട്ടല്ലോ. നേരാണോ? എനിക്ക് അറിയില്ല അപ്പോ. എന്നാ എനിക്കറിയാം. എന്നോട് നുണ പറയണ്ട മാളു. ശ്രമിച്ചാലും നിനക്കതിന് കഴിയില്ല. പിന്നെന്തിന്? എനിക്കതിൽ വിഷമമൊന്നുമില്ല. അയാള് നല്ലവനാ. നമ്മുടെ പാക്കറിനെ പോലെ ഫ്രോഡല്ല. ശരി, നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. നല്ല ക്ഷീണം തോന്നുന്നു. ബൈ, ഗുഡ് നൈറ്റ്. ആരായിരുന്നു ഫോണില്? അപ്പു ആയിരുന്നു അല്ലേ? നിങ്ങൾ തമ്മിൽ ഇപ്പോഴും പഴയതുപോലെ കോണ്ടാക്ട് ഉണ്ട് അല്ലേ? അങ്ങനെയൊന്നും ഇല്ല അച്ഛാ. ഇടയ്ക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വിളിച്ച് സംസാരിക്കും. അത്രേ ഉള്ളൂ? അല്ലാതെ നിങ്ങൾ തമ്മിൽ കാണാറേ ഇല്ല? അപ്പോ ഇപ്പോ കോളേജിൽ വരാറില്ല. കോളേജിൽ വെച്ച് നിങ്ങൾ തമ്മിൽ കാണാറുണ്ടോന്നല്ല ഞാൻ ചോദിച്ചത്. കോളേജിലല്ലാതെയും പുറത്തു വെച്ച് കാണാനുള്ള അവസരം ഉണ്ടല്ലോ. അങ്ങനെ വല്ലതും കാണാറുണ്ടോന്നാണ് ഞാൻ ചോദിച്ചത്. ഇല്ല. ഉറപ്പാണോ? പക്ഷെ ഞാൻ അറിഞ്ഞത് അങ്ങനല്ലല്ലോ. നിങ്ങൾ തമ്മിൽ ഇപ്പോഴും പുറത്തു വെച്ച് കാണാറുണ്ടെന്നാ. ഡോക്ടർ ജോബിന്റെ പ്രസൻസിൽ ഇന്നും അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നു. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നീ വീണ്ടും കോളേജിൽ പോകാൻ തുടങ്ങിയപ്പോൾ അതിലേറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഞാനും അശ്വതിയായിരുന്നു. പഴയതുപോലെ നീ വീണ്ടും ആക്റ്റീവായി പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ള വിശ്വാസത്തിലായിരുന്നു ഞങ്ങൾ. കോളേജിൽ വെച്ച് നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടാനും പഴയതുപോലെ ഫ്രണ്ട്ഷിപ്പ് തുടരാനൊക്കെ ചാൻസ് ഉണ്ടെന്നറിഞ്ഞിട്ടും ഞാനോ അമ്മയോ അതേക്കുറിച്ച് നിന്നോട് ഒരക്ഷരം പോലും ചോദിക്കാതിരുന്നത് ഞങ്ങളെ വിഷമിപ്പിക്കുന്ന തരത്തിൽ ഇനിയൊന്നും നിന്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല എന്നുള്ള വിശ്വാസം കൊണ്ടാണ്. എല്ലാ പ്രശ്നങ്ങളും ഒന്നും ഒതുങ്ങിയല്ലോ എന്നുള്ള സമാധാനത്തിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. പക്ഷെ ആ പ്രതീക്ഷയും വിശ്വാസവും കുറച്ചു മുൻപ് അവസാനിച്ചു. ഞാനും അപ്പവും തമ്മിൽ കണ്ട കാര്യം അച്ഛനോട് ആരാ പറഞ്ഞത്? അരുൺ ഭാസ്കർ ആയിരിക്കും അല്ലേ? പറഞ്ഞതാരെങ്കിലും ആയിക്കോട്ടെ, അതിൽ സത്യമുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. ഇനി ഇതിൽ കൂടുതൽ ഒരു തെളിവോ വിശദീകരണമോ ആവശ്യമില്ല താനും. ഇതറിഞ്ഞപ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് നിന്നോട് ചോദിക്കാൻ ഞാൻ തയ്യാറായതാ. ഒന്നും ചോദിക്കണ്ടെന്നും ചോദിച്ചാ നിനക്ക് വിഷമമാവുമെന്നും പറഞ്ഞ് എന്നെ വിലക്കിയത് നിന്റെ അമ്മ തന്നെയാണ്. അച്ഛാ, ഞാൻ വേണ്ട മോളു, ഞാൻ പറഞ്ഞല്ലോ,
ഇനി ഈ കാര്യത്തിൽ ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. നിന്നെ വേദനിപ്പിക്കുന്ന ഒന്നും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവരുതെന്ന് അശ്വതി എന്നെ കൂടെ കൂടെ ഓർമ്മിപ്പിക്കാറുണ്ട്. അത് തന്നെ എനിക്ക് എൻ്റെ മോളോടും പറയാനുള്ളത്. അച്ഛനെയും അമ്മയും വേദനിപ്പിക്കുന്ന ഒന്നും നിന്റെ ഭാഗത്തു നിന്നുണ്ടാവരുത്. അത്രയെങ്കിലും ഒരു ഉപകാരം ചെയ്തൂടെ നിനക്ക്? അച്ഛനും മോളോട് പിണക്കൊന്നുമില്ല കേട്ടോ. കിടന്നോ. ഗുഡ് നൈറ്റ്. നീ കിടന്നില്ലേ മോളെ? ഇല്ല. എന്താ അമ്മ? അച്ഛനെ പ്രപ്പോസലിനെ കുറിച്ച് പിന്നെ നിന്നോട് വല്ലതും സംസാരിച്ചോ? ഇല്ല. ഇനിയൊരു ഡീറ്റെയിലിങ്ങിന്റെ ആവശ്യമില്ലാത്ത മട്ടില് നേരത്തെ തന്നെ എല്ലാം സംസാരിച്ചു കഴിഞ്ഞില്ലേ? അമ്മ എന്താ ചോദിച്ച? ഒന്നുമില്ല. BP എല്ലാം വളരെ പ്ലാൻഡ് ആയിട്ട് മുന്നോട്ട് പോവാൻ തോന്നുന്നു. അക്കാര്യത്തിൽ അമ്മയ്ക്ക് യാതൊരു സംശയവും വേണ്ട. അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ വീട്ടിൽ പലതും സംഭവിക്കും. അതെന്തായാലും അതിന്റെ കോൺസിക്വൻസ് ഫേസ് ചെയ്യാൻ എല്ലാവരും മാനസികമായി ഒന്ന് തയ്യാറെടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോ അത് പറയാൻ തന്നെയാ ഞാനിപ്പോ വന്നത്. നീ അവിവേകമൊന്നും കാണിക്കരുത്. അത് ശരി. ഇപ്പൊ എനിക്കാണോ കുറ്റം മുഴുവൻ? എനിക്ക് തോന്നുന്നത് നേരെ തിരിച്ചാ. ഇപ്പൊ അമ്മയാ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കൊണ്ടുപോകുന്നത്. അച്ഛനെ ഞാനൊരു പരിധിവരെ കുറ്റം പറയില്ല. കാരണം നമ്മൾ തമ്മിലുള്ള ധാരണയെക്കുറിച്ച് BPക്ക് അറിയില്ലല്ലോ. അതറിയാത്തിടത്തോളം കാലം അച്ഛന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. അതിൽ നിന്ന് അച്ഛനെ പിന്തിരിപ്പിക്കാൻ പറ്റുന്നത് നമുക്ക് രണ്ടുപേർക്കുവാ. നമ്മൾ രണ്ടുപേരെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോ അമ്മയ്ക്കാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് അതിന് സാധിക്കുന്നത്. എത്ര സിമ്പിളായിട്ട് അപ്പോ നീ ഇത് പറയുന്നേ? ഈസി ആയിട്ട് സാധിക്കുമെന്ന്. ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ എനിക്കേ അറിയാവൂ. നീ പറഞ്ഞതുപോലെ ആ തുറന്നു പറച്ചിൽ കൊണ്ടുണ്ടാകാൻ പോകുന്ന ഭൂകമ്പം എത്ര വലുതായിരിക്കുമെന്ന് പേടിച്ചിട്ട് തന്നെയാ ഓരോ തവണയും ഞാൻ പിന്മാറുന്നത്. പക്ഷേ VPയുടെ ആവേശം കാണുമ്പോൾ എന്റെ പേടി കൂടി വരിക. അമ്മയുടെ മാനസികാവസ്ഥ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ പേടിച്ച് നമ്മൾ സത്യങ്ങൾ മൂടിവെക്കുന്ന ഓരോ നിമിഷവും കൂടുതൽ അപകടത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ മുമ്പിൽ ഇനി ആ ഒരു വഴിയേ ഉള്ളൂ. രണ്ടും കൽപ്പിച്ച് അച്ഛനോടെല്ലാം തുറന്നു പറയാം. ഇനിയിപ്പോ അമ്മയ്ക്ക് അതിനുള്ള ധൈര്യം ഇല്ലെങ്കിൽ, ഇല്ലെന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ആ അവസരം എനിക്ക് തരാം. ഞാൻ തന്നെ അച്ഛനോട് അവതരിപ്പിച്ചോളാം. അമ്മ എന്തോ പറയുന്നു? വേണ്ടപ്പോ, അത് ശരിയാവില്ല. അച്ഛനോട് ഞാൻ തന്നെ പറഞ്ഞോളാം. ഓക്കെ. പക്ഷെ ഇനി അതിങ്ങനെ വച്ച് നീട്ടിക്കൊണ്ടു പോകുന്നതിൽ കാര്യമില്ല. എത്ര നേരത്തെ ആയാൽ അത്രയും നല്ലത്. അമ്മ, ചിലപ്പോ അമ്മയൊന്നും പറയാതെ തന്നെ ഈ പ്രപ്പോസൽ ക്യാൻസൽ ആവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. എന്താ നീ അങ്ങനെ പറഞ്ഞത്? അച്ഛന്റെ ഫ്രണ്ടിന്റെ മകന് കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് ഞാനൊരു മെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോ വീട്ടുകാരെ അറിയിക്കാതെ തന്നെ കഴിയുമെങ്കിൽ ഈ പ്രപ്പോസലിൽ നിന്ന് പിന്മാറണമെന്ന് ഞാൻ അയാളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആള് ജെന്യൂൻ ആണെങ്കിൽ മറ്റെന്തെങ്കിലും റീസൺ പറഞ്ഞ് അയാൾ തന്നെ ഇതിൽ നിന്ന് സ്വയം പിന്മാറിക്കോളൂ. അത് വേണ്ടിയിരുന്നില്ലപ്പോ. അഥവാ അയാൾ പിന്മാറുന്നുണ്ടെങ്കിൽ തന്നെ അതിന്റെ കാരണം അച്ഛനോട് പറയാതിരിക്കില്ല. അവര് തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അത്ര സ്ട്രോങ് ആ. പറയുന്നെങ്കിൽ പറയട്ടെ. അമ്മയ്ക്കും എനിക്കും കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആവുമെന്ന് കരുതിയാൽ മതി. എന്തായാലും ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതിൽ കാര്യമില്ല. ഇനിയിപ്പോ അഥവാ അയാൾ പിന്മാറിയാൽ തന്നെ വേറെ പ്രപ്പോസൽ അച്ഛനായിട്ട് തന്നെ തേടി പിടിക്കാതിരിക്കില്ല. അച്ഛനിപ്പോ ഇതൊരു മത്സരമാ. മാളുവിനെയും അവളുടെ വീട്ടുകാരെയും തോൽപ്പിക്കാനുള്ള മത്സരം.
പക്ഷേ മത്സരത്തിനുള്ള ക്വാളിഫിക്കേഷൻ റൗണ്ട് പോലും പാസ്സാവാൻ പറ്റില്ലെന്ന് പാവം വിപിക്ക് അറിയില്ലല്ലോ. അത് മനസ്സിലാക്കാത്തിടത്തോളം സ്വയം കെട്ടിപ്പൊക്കിയ മനക്കോട്ടയ്ക്ക് മുകളിലിരുന്ന് ഒരിക്കലും നടക്കാനിടയില്ലാത്ത വിജയത്തെക്കുറിച്ച് വെറുതെ സ്വപ്നം കാണും. ഒടുവിൽ സത്യം എന്താന്ന് മനസ്സിലാക്കുമ്പോൾ ആ വീഴ്ചയുടെ ആഘാതം വിപി വിചാരിക്കുന്നതിനേക്കാളും വലുതായിരിക്കും. അതുകൊണ്ട് ഇനി ഇതൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കാതെ തുറന്നു പറയുന്നതാവും നല്ലത്. ഇല്ല ഗൗതം, തനിക്ക് എന്നിൽ വിശ്വാസക്കുറവുണ്ട് എന്ന് തോന്നിയത് കൊണ്ടല്ല ഞാൻ ഇത്രയും ഓപ്പണപ്പ് ആയത്. നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഒരു ഫാമിലി റിലേഷനിലേക്ക് വഴിമാറുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ട്രാൻസ്പെറൻ്റ് ആവണമല്ലോ. അതുകൊണ്ട് ഞാനൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഏയ്, താനത് നല്ല അർത്ഥത്തിൽ തന്നെ എടുക്കൂന്ന് എനിക്കറിയാലോ ഗൗതം. അതുകൊണ്ടല്ലേ ഒരു മടിയുമില്ലാതെ ഞാൻ ഇക്കാര്യം തന്നോട് ഷെയർ ചെയ്യാൻ തയ്യാറായത്. ഓക്കെ ഗൗതം, ഞാൻ തൻ്റെ സമയം കളയുന്നില്ല, ജോലി നടക്കട്ടെ. വിവേകനോട് സംസാരിച്ചിട്ട് സൗകര്യം പോലെ വിളിച്ചാൽ മതി. ഓക്കെ, ബൈ. ഓ, മനസ്സിന്ന് വലിയൊരു ഭാരം ഒഴിഞ്ഞു കിട്ടി. വിപി, എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. അതിലും ഗൗരവമുള്ളൊരു കാര്യം എനിക്ക് തന്നോട് പറയാനുണ്ട്. എന്താ അത്? കേട്ടോ ഗീത, ഗൗതം ഇങ്ങനൊരു പ്രപ്പോസൽ ഇങ്ങോട്ട് വെച്ചപ്പോൾ ആദ്യത്തെ ആവേശത്തിൽ ഞാൻ കയറി ഓക്കെ പറഞ്ഞെങ്കിലും പിന്നെ അതേക്കുറിച്ച് കാര്യമായിട്ടൊന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പു സമ്മതിക്കില്ലെന്നല്ലേ? ആ ടെൻഷൻ എനിക്കിപ്പോഴും ഉണ്ട് വിപി. നോ, അപ്പുവിൻ്റെ കാര്യത്തിലായിരുന്നില്ല എനിക്ക് ടെൻഷൻ. അവളെ കൊണ്ട് സമ്മതിപ്പിച്ചെടുക്കാന്ന് തുടക്കത്തിൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എൻ്റെ പേടി അതല്ലായിരുന്നു. അപ്പുവിന് ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നെന്ന് നമ്മളല്ലാതെ മറ്റുള്ളവർ പറഞ്ഞ് ഗൗതമ വിവേകം അറിഞ്ഞാൽ അവർ ഇക്കാര്യത്തിൽ എങ്ങനെ റിയാക്ട് ചെയ്യാന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പുവിനുണ്ടായിരുന്ന പ്രശ്നം പൂർണ്ണമായി അവരിൽ നിന്ന് മറച്ചു വയ്ക്കുന്നത് മര്യാദയല്ലല്ലോ. നമ്മുടെ ജീവിതം നശിച്ചു കാണാൻ ആഗ്രഹമുള്ളവർ ചുറ്റുവട്ടത്തുള്ളപ്പോൾ ഇതൊക്കെ ഒന്നിനൊമ്പതാക്കി ഗൗതമിൻ്റെയും മോൻ്റെയും കാതിലെത്തിക്കുമെന്ന് ഞാൻ ഭയന്നു. അതുകൊണ്ട് ഞാനായിട്ട് തന്നെ അവരെ ഇക്കാര്യം അറിയിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? ഏതായാലും ഞാൻ പേടിച്ചു പോലൊന്നും ഉണ്ടായില്ല ഗീത. ഗൗതം ഇത് വളരെ ലാഘവത്തോടെ എടുത്തത്. അപ്പുവിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഗൗതമിന് താല്പര്യം കൂടിയിട്ടേ ഉള്ളൂ. അപ്പു ഒരു ട്രാൻസ്പേഴ്സണോന്ന് അറിഞ്ഞിട്ട് കൂടി? ട്രാൻസ്പേഴ്സണോ? അപ്പുവോ? എന്താ ഗീത താനിങ്ങനെ വകതിരിവില്ലാതെ സംസാരിക്കുന്നത്? താനും കൂടി അവളെ അങ്ങനെ അങ്ങ് ബ്രാൻഡ് ചെയ്യാൻ ശ്രമിച്ചാൽ അങ്ങനെ നോക്ക്. മേലിൽ അപ്പുവിനെ കുറിച്ച് അറിയാതെ പോലും തൻ്റെ അടുത്തുനിന്ന് അങ്ങനെ ഒരു ടൈം ഉണ്ടാവാൻ പാടില്ല. അതൊക്കെ അവളുടെ പേടിയും സംശയമായിരുന്നെന്ന് താൻ തന്നെയല്ലേ എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയത്? എന്നിട്ടും അതേ ആള് തന്നെ അവളെപ്പോഴും ട്രാൻസ്പേഴ്സൺ എന്നാണോ വിളിക്കേണ്ടത്? കഷ്ടം തന്നെ. വിപി, ഞാനൊന്ന് പറയട്ടെ? നോ, ഇനി ഇതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് കേൾക്കണ്ട. പറഞ്ഞല്ലോ, ഇനി ഇങ്ങനെ അപ്പുവിനെ കുറിച്ച് പറയാതിരുന്നാ മതി. ആ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പു ഒരു ഉൾവലിഞ്ഞ സ്വഭാവക്കാരിയാണെന്നും ആൺകുട്ടികളോട് പൊതുവെ അകലം പാലിക്കുന്ന സ്വഭാവമാണെന്നും ഒരു കുടുംബജീവിതത്തെക്കുറിച്ച് അവൾ ഇതുവരെ സീരിയസ് ആയിട്ട് ആലോചിച്ചിട്ടില്ല എന്നൊക്കെ ഞാൻ ഗൗതമിനോട് പറഞ്ഞു കഴിഞ്ഞു. അയാൾക്കും മോനും അതൊന്നും ഒരു പ്രശ്നമല്ല. തീരെ നാണം കുടുങ്ങികളെ അവർക്കും വേണ്ടെന്നാ ഗൗതം പറയുന്നത്. അപ്പുവിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാ അവർക്കും താല്പര്യം. കാര്യമൊക്കെ ശരി തന്നെ വിപി. പക്ഷേ അപ്പു ഈ പ്രപ്പോസലിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൾ സമ്മതിക്കും. സമ്മതിപ്പിക്കാൻ എനിക്കറിയാം. ഗീത, എൻ്റെ ഒപ്പമാണ് താൻ ഉണ്ടാവേണ്ടത്. അത് മറക്കണ്ട.
ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. അങ്കിള് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നേരമായോ? ഓഫീസ് ടൈം ആയതുകൊണ്ട് നല്ല ട്രാഫിക്, അതാ ലേറ്റ് ആയത്. സോറി. ഇറ്റ്സ് ഓക്കെ. എന്താ അങ്കിൾ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? ജോബിൻ, VPയുടെ ഫാമിലി ഞങ്ങളും തമ്മിൽ അത്ര നല്ല റിലേഷനല്ലെന്ന് അറിയാലോ. അതിനുള്ള കാരണവും ഞാൻ ജോബിനോട് പറഞ്ഞതാ. അതെ, എനിക്കറിയാം അങ്കിൾ. ജോബിനോട് എനിക്ക് അങ്ങേയറ്റം കടപ്പാടും സ്നേഹവും ഉണ്ട്. അപ്പുവുമായിട്ടുള്ള പ്രശ്നങ്ങളുടെ പേരിൽ വല്ലാത്തൊരു ട്രോമയിലായിപ്പോയ മാളുവിനെ വളരെ വേഗം ഒരു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ജോബിനാണ്. അതുകൊണ്ട് തന്നെ ജോബിനും മാളുവുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൽ എനിക്കോ അശ്വതിക്കോ യാതൊരുവിധ സംശയമോ ഭയമോ ഒന്നുമില്ല. ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണല്ലോ അങ്കിൾ. നിങ്ങൾക്ക് ആ സ്നേഹവും വിശ്വാസവും എന്നിലുള്ളതുകൊണ്ടാണ് മാളവികയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്താ അങ്കിൾ, ഇപ്പം അതിലെന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് അങ്കിളിന് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തുറന്ന് പറഞ്ഞോളൂ. പ്രശ്നം നിങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിലല്ല ജോബിൻ. പിന്നെന്താ പ്രോബ്ലം? അങ്കിള് ധൈര്യമായിട്ട് പറഞ്ഞോ. അപ്പുവും മാളുവും തമ്മിലുള്ള സൗഹൃദം എന്തുകൊണ്ടാണ് ഞങ്ങൾ വീട്ടുകാർ ഇടപെട്ട് അവസാനിപ്പിക്കേണ്ടി വന്നതെന്ന് ജോബിനറിയായിരിക്കുമല്ലോ. അതിൻ്റെ പേരിൽ രണ്ട് ഫാമിലീസ് തമ്മിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചും ജോബിന് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവുന്ന എൻ്റെ ധാരണ. യെസ്, എനിക്കറിയാം. തുറന്നു പറയാലോ ജോബിൻ, ഒരു ടേബിളിന് ഇരുപുറവും ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഞാനും VPയും തമ്മിൽ ഇപ്പോഴും ഉള്ളൂ. ചിലപ്പോൾ ഒരുപക്ഷെ VP അത് ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ ഇപ്പോഴും ഞാൻ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കാത്തത് പേടിച്ചിട്ടാ ജോബിൻ. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ മാറിയാൽ അത് അപ്പുവും ആളും തമ്മിൽ വീണ്ടും അടുക്കാനുള്ള കാരണമായി മാറുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. എന്തു വന്നാൽ അതിനൊരു അവസരം ഉണ്ടാകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഞങ്ങളായിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ച അവരുടെ ഫ്രണ്ട്ഷിപ്പ് വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ ജോബിൻ്റെ ഭാഗത്തുനിന്നൊരു ശ്രമം ഉണ്ടാകരുത്. ഇങ്ങനെ പറയേണ്ടി വരുന്നത് മോശമാണെന്ന് എനിക്കറിയാം ജോബിൻ. പക്ഷേ എല്ലാത്തിലും വലുത് എനിക്കെൻ്റെ മോള. അവളുടെ ജീവിതത്തെയും ഭാവിയും പ്രതികൂലമായി ബാധിക്കുന്നതൊന്നും ഇനി ഉണ്ടാവരുതെന്ന് നിർബന്ധമുണ്ട്. ഇപ്പം ഇങ്ങനെയൊക്കെ പറയാനും മാത്രം എന്തുണ്ടായി അങ്കിൾ? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പുവും ആളുമായി വീണ്ടും അടുക്കാൻ ജോബിന് അവസരമുണ്ടാക്കുന്നതായി ഞാൻ അറിഞ്ഞു എന്ന് അങ്കിളിനോട് ആരെങ്കിലും പറഞ്ഞോ? പറയുക മാത്രമല്ല, തെളിവ് സഹിതം അവരതെനിക്ക് അയച്ചു തരികയും ചെയ്തു. മാളു അപ്പുവുമായുള്ള സൗഹൃദത്തിനെ ക്യാമ്പസിലെ കുട്ടികൾ മറ്റൊരു രീതിയിലാണ് കാണുന്നത്. ഇപ്പോൾ ആ കഥകളൊക്കെ ഏറെക്കുറെ അവസാനിച്ചതുപോലെയാ. അതിനിടെ ജോബിൻ മുൻകൈയെടുത്ത് അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഓപ്പണാക്കാൻ ശ്രമിച്ച മറ്റുള്ളവർ വീണ്ടും അവരെപ്പറ്റി മോശമായ കഥകളൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കും. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മാളുവിനെയായിരിക്കും. അതുകൊണ്ട് ജോബിനായിട്ട് ഇനി അതിനൊരു അവസരം ഉണ്ടാക്കരുത്, പ്ലീസ്. ഓക്കെ അങ്കിൾ, ഇപ്പൊ കാര്യങ്ങളെല്ലാം ഏകദേശം എനിക്ക് വ്യക്തമാണ്. അങ്കിളുടെ ഈ പേടിയും ഉത്കണ്ഠയും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്കിൾ കരുതുന്നത് പോലെ മാളുവിനെയും അപ്പൂനെയും തമ്മിൽ വീണ്ടും പഴയതുപോലൊരു ഫ്രണ്ട്ഷിപ്പിലേക്ക് കൊണ്ടുവരാൻ ബോധപൂർവം ഒരു ശ്രമവും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാ സത്യം. അങ്കിളിപ്പോൾ എന്നെ കാണിച്ച ഈ വീഡിയോയിൽ നടന്ന മീറ്റിംഗ് വളരെ യാദൃച്ഛികമായി സംഭവിച്ച ഒന്നാണ്. അപൂർവ എന്നോട് ചില സഹായങ്ങളൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. മാളവികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നില്ല അത്. അതിനെപ്പറ്റി സംസാരിക്കാനായി അപ്പുവിനെ കാണാൻ ചെന്നപ്പോൾ ആ സമയത്ത് മാളവിക എനിക്കൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങൾ സംസാരിച്ച് പിരിയാൻ തുടങ്ങുമ്പോൾ മാളവിക എൻ്റെ ഒപ്പം ഉള്ള കാര്യം ആ കുട്ടി അറിയുന്നത്. പരസ്പരം കണ്ട സ്ഥിതിക്ക് അവർ തമ്മിലൊന്ന് സംസാരിച്ചു. അതിലെന്താ അങ്കിൾ തെറ്റ്? കണ്ടാൽ മിണ്ടാതിരിക്കത്തക്ക വിധം അവർ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല, ഇനി അങ്കിളിൻ്റെ അറിവിലേക്കായി ഒരു കാര്യം കൂടി ഞാൻ പറയാം.